ഇപ്പോൾ ഇതൊരു കാടാണ്, UK-യിലാണ്. ഇവിടുത്തെ കാടുകളിലൊക്കെ കാട്ടുപന്നികളുണ്ട്. ആ കാട്ടുപന്നിയെ നമ്മൾ പിടിച്ചിട്ട് വരട്ടാനാണ് പോകുന്നത്. ഇപ്പോൾ ഇത് എൻ്റെ മുമ്പിലിരിക്കുന്നത് കാട്ടുപന്നിയുടെ ഇറച്ചിയാണ്. UK-യിലാണ്. UK-യിൽ നിയമാനുസരണമായിട്ട് നമുക്ക് കാട്ടുപന്നിയെ വെടിവെക്കാൻ, നമുക്കല്ല, ലൈസൻസ് ഉള്ള തോക്കുള്ള ആളിന് കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുന്ന പന്നികളെയും ഒക്കെ വെടിവെക്കാനുള്ള അനുവാദമുണ്ട്. അത്തരത്തിൽ ആർക്കോ അനുവാദം കിട്ടി, അവർ വെടിവെച്ച് അവർ പിടിച്ച പന്നിയുടെ ഇറച്ചി നമ്മളിത് വില കൊടുത്ത് മേടിച്ചതാണ്. നമുക്ക് ഷോപ്പുകളിൽ, ഫാമുകളിലൊക്കെ, ചില ഫാമുകളിലൊക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ അതിൻ്റെ തൊലി കണ്ടില്ലേ, വേറൊരു മറ്റേ സാധാരണ പോർക്കിനെക്കാട്ടി ചെറിയ വ്യത്യാസമുണ്ട്. അത് നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് കറിയാണ് നമ്മളിത് വെക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലും ഇതുപോലെ നമ്മുടെ വിളകൾ നശിപ്പിക്കുന്ന പന്നികളെയൊക്കെ വെടിവെക്കാൻ നിയമം ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴേ. പക്ഷെ വെടിവെക്കുമല്ല, നമുക്കത് കറി വെക്കാനുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലും കൊണ്ടുവരണം, അല്ലെങ്കിൽ അത് ആ ഇറച്ചി വിൽക്കാനുള്ള നിയമം കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സർക്കാരിൻ്റെ ഇഷ്ടം, അവർ ചെയ്തിട്ട് ഇഷ്ടം പോലെ. കഴുകി തോർത്തി എന്നിട്ട് നമ്മളത് കുക്കറിലോട്ട് മാറ്റുകയാണ്. ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് ആദ്യമായിട്ട്, പിന്നീട് ഒരു 2 സ്പൂൺ മുളക് പൊടി, നല്ല എരിയുള്ളതാണ്. അത്രയും തന്നെ നമ്മൾ മല്ലിപ്പൊടിയും നമ്മൾ ആഡ് ചെയ്യുകയാണ്. കുറച്ച് കുരുമുളക് പൊടിയോട് ആഡ് ചെയ്തു. അപ്പം കുറച്ച് ഗരം മസാലയോട് നമ്മളിട്ടു. ഉപ്പ് നമ്മൾ ആവശ്യത്തിനാണ് ഇടുന്നത്. അത് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് ഇടാവുന്നതാണ്. ഒരു 2 സവാള അരിഞ്ഞത് അതിൻ്റെ മുകളിലായിട്ട് ഇടുകയാണ്. അത് കൂട്ടത്തിൽ ഒരു 3-4 പച്ചമുളകും ഉണ്ട്. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ഇത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയോട് നമ്മൾ ഇതിനകത്തോട്ട് 1-2 സ്പൂൺ വെളിച്ചെണ്ണയോട് ആഡ് ചെയ്താൽ നല്ലതാണ്. അതോടെ ചേർത്തിട്ടാണ് ഞാൻ ഇളക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഒരു കുക്കറിൽ അടച്ചു വെച്ചു. അതുകൊണ്ട് ഒരു 3-4 വിസിൽ വരെ കേൾക്കുന്നിടം വരെ നമുക്കിത് തുടരാം. ഏകദേശം 4 വിസിൽ അടിച്ചു. നമ്മളത് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം ഒരു പാൻ എടുത്ത് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്ത് തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കുകയാണ്. അത് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ആഡ് ചെയ്യുകയാണ്. കുറച്ച് കറിവേപ്പിലയൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് കുക്കറിൽ വേവിച്ച് വെച്ച ഇറച്ചി നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയോടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാലയും ആഡ് ചെയ്യുകയാണ്. അതുകൂടാതെ പെരിഞ്ചീരകം പൊടിച്ചുകൂടെ നമ്മൾ ആഡ് ചെയ്ത്, ഇതിന് മുകളിലായിട്ട് കുറച്ച് നാരങ്ങ നീരോട് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കാട്ടുപന്നി ഇത് വരട്ടിയതാണ്. അതിൻ്റെ നല്ലൊരു നെയ്യൊക്കെ ഉള്ളൊരു അതിൻ്റെ തൊലിയുടെ ഭാഗമാണ്. സാധാരണ ഇവിടുത്തെ സാധാരണ പോർക്കിനെക്കാട്ടി കുറച്ചുകൂടെ ഹാർഡാണ് ആ ഭാഗം. നല്ലൊരു വ്യത്യസ്തമായ നല്ല ടേസ്റ്റാണ്. കപ്പയോട് മാത്രമല്ല, ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലൊരു വെറൈറ്റി ഫീലിങ്സ് കിട്ടുന്നൊരു ടേസ്റ്റാണ്. അത് നമുക്ക് മീനൂടെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ UK-യിലുള്ളവരാണെങ്കിൽ സാധാരണ ഇതൊന്ന് മേടിച്ച് ചില ഫാമുകളിൽ കാണും. അത് എല്ലാമല്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. നിങ്ങളുടെ ഭാഗത്ത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കാണുന്ന സ്ഥലം എവിടെയാണ് എന്ന്, ഏത് ഫാമിൽ കിട്ടുമെന്ന് നോക്കിയാൽ മതി. ഓക്കെ, എനിക്കിത് ഇഷ്ടപ്പെട്ടു.
നിങ്ങൾക്കിത് കിട്ടുമെങ്കിൽ മേടിച്ച് പരീക്ഷിക്കാവുന്നതാണ്. നാട്ടിലുള്ളവർ ഇത് പരീക്ഷിക്കല്ല, ഫോറസ്റ്റുകാർ പിടിച്ചുകൊണ്ട് പോകും. താങ്ക് യു.